സിനിമ സൈഡ് ബിസിനസ്സായി കണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിനും ചരിത്ര ഗവേഷണത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് പങ്കിട്ട് സുരേഷ് ഗോപി. നല്ല കഥാപാത്രങ്ങൾ നല്ല സംവിധായകരുടെ ചിത്രങ്ങളിൽ ഉജ്ജ്വലമാക്കാൻ കഴിയുന്ന നടനായിട്ട് കൂടി പലപ്പോഴും നാവ് പിഴക്കുകയായിരുന്നു. മറ്റുള്ളവർ പിന്നിൽ നിന്നും കുത്തിയതിന്റെ അമർഷവും വേദനയുമായിരിക്കാം സുരേഷ് ഗോപിയുടെ നാവ് പിഴയ്ക്കാൻ കാരണം. ഇപ്പോൾ സിനിമയ്ക്കൊപ്പം സാംസ്കാരികം, ലോകപരിചയം, രാഷ്ട്രീയം എന്നീ മേഖലകളിലാണ് ഒരുപോലെ ഷൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ വിപ്ലവകാരി യേശുക്രിസ്തുവാണെന്ന് ആദ്യം കണ്ടെത്തിയത് താനാണെങ്കിലും ഗവേഷണകാര്യം ചോർന്നുപോകുമെന്ന ഭയം കൊണ്ടാണ് വെളിപ്പെടുത്താതിരുന്നത് പോലും. എന്നാൽ CPM യേശുക്രിസ്തുവിനെ വിപ്ലവകാരി എന്ന മുദ്രകുത്തി മാർക്സ്, ലെനിൻ, ഏംഗൽസ് എന്നിവരോടൊപ്പം പ്രതിഷ്ഠിച്ചപ്പോഴാണ് താൻ കണ്ടെത്തിയ ചരിത്ര സത്യം വെളിപ്പെടുത്താൻ ധൈര്യം വന്നതും തുറന്നടിച്ചതും.